ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഹെയർ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഓരോ മെസ്സേജസ് കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിൽ മാറ്റം ഉണ്ടാവും. കാരണം എന്താണ്, ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെയർ വളരാതിരിക്കുക അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എനിക്ക് സ്വന്തമായിട്ടൊരു സൊല്യൂഷൻ, എന്താണ് ഇതിന് ശരിക്കുള്ള സാധനം എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് നിങ്ങളിലേക്കും എത്തിക്കണം എന്ന് തോന്നിയത്. കാരണം ഒരുപാട് ഒരു ട്രോമ ആയിരിക്കും നമുക്ക് ഇത് ചിലപ്പോൾ വളരാതിരുന്നിട്ടുണ്ടെങ്കിലും, ഹെയർ ഇപ്പം ഓരോ ദിവസം കൂടുന്ന സമയത്ത് കൂടുതലായിട്ട് ഹെയർ ഫോൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും, ഡാൻഡ്രഫ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു സ്റ്റക്ക് ആയി. ശരിക്കും നമ്മൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കില്ല, എന്നാലും മുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം, ഇത് ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിലിട്ട സമയത്ത് അതിന്റെ റിസൾട്ട് വരാനുള്ള സമയം, കാരണം 2 മാസത്തോളം ആ വീഡിയോ ഇട്ടിട്ട് അതിന്റെ റിസൾട്ട് ഇപ്പൊ എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാവരും കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എന്റെ ഇൻസ്റ്റയിൽ തന്നെ DM ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട്. കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും റിപ്ലൈ തരാറുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ. അപ്പൊ എനിക്കിപ്പം ഓരോ മിനിറ്റ് ഞാൻ ഇൻസ്റ്റയിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാറുണ്ട്. നിങ്ങൾ എല്ലാ മെസ്സേജും റിപ്ലൈ തരാറുണ്ട്. ഇപ്പം നമ്മളുടെ പണ്ടത്തെ ഹെയർ വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ട് അവർ അതിന്റെ ഒരു ഹെയർ ഹാബിറ്റ് കീപ്പ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് വിസിബിൾ ആയി തുടങ്ങി എന്നുള്ള മെസ്സേജസ് കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇപ്പോഴും അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ വേറെ പോയി കണ്ടോ, ആ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക, ഹെയർ ഹാബിറ്റ് ഫോളോ ചെയ്യുക. ഇത് നമ്മുടെ ഹെയർ ഗ്രോ സീരീസിന്റെ 3rd എപ്പിസോഡാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന്റെ 1st and 2nd എപ്പിസോഡ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഹെയറിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്, ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് എന്താണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, മസ്റ്റ് ആയിട്ട് നമ്മുടെ 1st and 2nd എപ്പിസോഡ് കാണുക. കാരണം അതും ഇതും കൂടി കണക്റ്റഡ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾ പകുതി കണ്ടുവച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങരുത്. ആദ്യത്തെയും 2ാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഹെയറിന്റെ ദ റിയൽ ഹെയർ സ്ട്രെങ്തനിങ് മിനറൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെന്ന് പറയുന്നത് അയൺ ആണ്. ഞാൻ നമ്മളുടെ ലാസ്റ്റ് എപ്പിസോഡിൽ വിറ്റാമിൻ സി ആൻഡ് അയണിന്റെ കോംബോ നല്ല രീതിക്ക് വർക്ക് ആവണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ആ എപ്പിസോഡിൽ വിറ്റാമിൻ സിയെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരുന്നത്. പക്ഷേ അയണും അതിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അയൺ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അയൺ സഫീഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആണോ ഇൻസഫീഷ്യന്റ് ആണോ നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നമ്മള് ഹെയർ വളരുന്നില്ല, ഹെയർ ഗ്രോത്ത് ഇല്ല, ഹെയർ സ്ട്രെങ്തനിങ് ഇല്ല, തിന്നായി പോകുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ വെച്ചിട്ട് ഈ ബോട്ടിൽസിൽ എഴുതിയിരിക്കുന്ന പല പ്രൊഡക്ട്സും മേടിച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കറക്റ്റ് ഒരു ഡോക്ടറെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ നമ്മളുടെ ശരീരത്തിൽ ഹെയറിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്താം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോട്ടീൻ, വൈറ്റമിൻ സി. ആൻഡ് 3rd എന്ന് പറയുന്നത് അയൺ ആണ്. അപ്പം അയൺ ഇല്ല എങ്കിൽ, അയൺ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത് കുറവാണെങ്കിൽ നമ്മളെ ഹെയർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് പറഞ്ഞുതരാം. ഹെയർ ഫോൾ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഹെയർ വൈറ്റനിങ്, അതായത് ചെറിയ ടീനേജേഴ്സിന് വരെ ഹെയർ വൈറ്റനിങ് തോന്നുന്ന ഒരു കാലം ഉണ്ടാവില്ല. അതൊക്കെ ഈ അയൺ ഡെഫിഷ്യന്റ് ആവുന്നതിന്റെ ഒരു മെയിൻ റീസൺ ആണ്. നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും വരുന്ന ഹെയറിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു വേറൊരു നമ്മളെ ഹെയർ നമ്മളോട് കാണിക്കുന്ന ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല ഓയിൽസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നിങ്ങൾ കറക്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുടി ഭയങ്കര തിന്നായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അവിടെയും നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അയൺ എത്തുന്നില്ല എന്നത് നമ്മുടെ ഹെയർ നമുക്ക് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെയറിന് നമുക്ക് പല കാര്യങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മൾ അതെന്താണ് അവർ നമ്മളോട് പറയാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള എന്ത് ചെയ്യുക, ഇൻപുട്ട് നമ്മൾ ഹെയറിന് കൊടുക്കാം. അതല്ലാണ്ട് അയൺ കുറവുള്ള ഒരാള് പോയിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് നമ്മള് ഹെയർ എന്താണോ നമുക്ക് തരുന്ന സിംറ്റം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇൻടേക്കുകൾ എടുക്കുക. കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് അയൺ ഡെഫിഷ്യൻസി കാരണമാണ് ഹെയർ ഫോൾ കൂടുതലാവുന്നത്. അതല്ലാണ്ട് നമ്മള് ചിലർ പറയും നമ്മളെ ക്ലോറിൻ വാട്ടർ ഒക്കെ ഒരു കാരണമാണ്. പക്ഷേ അതിൽ നമ്മൾക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ മെയിൻലി സ്ത്രീകൾക്ക് അയൺ ഡെഫിഷ്യൻസി നോക്കുന്ന സമയത്ത് അതിന്റെ പെർസെന്റേജ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിന് അയൺ ഡെഫിഷ്യൻസി വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡുകൾ കഴിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അയൺ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാന്നല്ലേ ഞാൻ പറയാം. വെജിറ്റബിൾ കാറ്റഗറി നോക്കുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ടിൽ നല്ല രീതിക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ബീട്രൂട്ട്. അതല്ലാണ്ട് നമ്മളെ പരിപ്പ്, കടല, അതായത് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പരിപ്പും കടലയും പറഞ്ഞിട്ടുണ്ട്. അതേ സാധനങ്ങളിൽ തന്നെ അയൺ റിച്ച് ആണ്. അപ്പൊ പരിപ്പ്, കടല, ബീട്രൂട്ട്, അല്ലെങ്കിൽ ജാഗരി. പക്ഷെ ജാഗരി ഉള്ളതാണ്, പക്ഷെ ഇപ്പത്തെ ജാഗരി നമ്മൾ പാക്കറ്റ് ജാഗരി ആയതുകൊണ്ട് തന്നെ ശർക്കര കേട്ടോ, അതിൽ എത്രത്തോളം മായമുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നാച്ചുറലി ഉള്ള ഈ ബീട്രൂട്ടിലേക്കും അതുപോലെ തന്നെ പരിപ്പ്, കടല, നമ്മളെ സ്പീനച്ച്, അതല്ല നമ്മളെ ഈ ഗ്രീൻ ലീഫ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, നമ്മളെ മുരിങ്ങയില, ലെറ്റസ്, അല്ലെങ്കിൽ നമ്മുടെ ചീര, ഇതിലൊക്കെ നല്ല രീതിക്ക് അയൺ കണ്ടന്റ് ഉണ്ട്. ഞാൻ നമ്മുടെ ഒരു
ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അതിന്റെ ഒരു നിങ്ങൾക്ക് ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ലീഫിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന്. ഗ്രീൻ ലീഫാണ് നമ്മൾ അന്ന് അയണിന് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ അതേ സെയിം സാധനം തന്നെയാണ് പറഞ്ഞത്. ഇലക്കറികൾ എനിക്ക് എന്താ നല്ല ഭാഗ്യം കൊണ്ട് എനിക്ക് ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് എപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ നല്ലോണം കഴിക്കും. ചീര ഇഷ്ടമാണ്, മുരിങ്ങ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നല്ല രീതിയിൽ കഴിക്കാം. ബീട്രൂട്ട് നമ്മളിപ്പം അയൺ ഡെഫിഷ്യൻസി, ഞാൻ പറഞ്ഞില്ല അയൺ ഡെഫിഷ്യൻസിക്ക് ടാബ്ലറ്റ് ഒരു സപ്ലിമെന്റ് എടുക്കുന്നതിനേക്കാൾ നല്ല കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ചിലത് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡിസീസ് ഉള്ള ആൾക്കാരാണ്, ഇപ്പൊ കിഡ്നി അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സ്റ്റൊമക് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പ്രോപ്പർ ഒരു ഡോക്ടറെ അടുത്ത് ചെക്കപ്പ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അയൺ ബേസ്ഡുള്ള ഫുഡ് ആണെങ്കിലും പ്രോട്ടീൻ ബേസ്ഡുള്ള ഫുഡ് ആണെങ്കിലും വൈറ്റമിൻസ് ബേസ്ഡുള്ള ഫുഡ് ആണെങ്കിലും നിങ്ങൾ കഴിക്കുക. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഞാൻ ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അത് ഉറപ്പ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് വെജ് ഓപ്ഷൻസ് ആണ്. ഈ നോൺ വെജ് ഓപ്ഷൻസിലും നമുക്ക് എന്തുണ്ട്, അയൺ റിച്ച് ഉണ്ട്. അതായത് നമ്മളെ മുട്ടയുടെ മഞ്ഞയില്ലേ, മുട്ടയുടെ മഞ്ഞയിൽ നല്ല രീതിക്ക് അയൺ ഉണ്ട്. ഫിഷിലുണ്ട്, പിന്നെ റെഡ് മീറ്റ് ബീഫിലൊക്കെ നല്ല രീതിക്ക് അയൺ ഉണ്ട്. ചിക്കനിലുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് ഈ മുട്ടയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫിഷ് ഒക്കെ ആണെങ്കിലും നമ്മൾ അപ്പുറത്ത് പ്രോട്ടീന് വേണ്ടി ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവും, അതായത് ഈ ഇല നനയുന്നതിന് ഇടയിൽ തന്നെ ചീര നനയാന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലില്ലേ, അതേപോലെ തന്നെ നമ്മള് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തതിനും അത് കാരണമാവും. അപ്പം പ്രോട്ടീനിലാണ് ശ്രദ്ധിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താവും, അയണിലേക്കും അത് കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹെയറിൽ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും അമിതമായ അമൃതും വിഷം എല്ലാം അതിന്റേതായ അളവിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്ക് പ്രോട്ടീൻ ഇല്ല അല്ലെങ്കിൽ എനിക്ക് അയൺ ഡെഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചിക്കൻ ഒരുപാട് റെഡ് മീറ്റ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഭാവിയിൽ വലിയൊരു അസുഖം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അളവറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ്, നമ്മളിപ്പം പ്രോട്ടീന് വേണ്ടി ചിക്കനും അല്ലെങ്കിൽ മീറ്റും ഒക്കെ അയണിനൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പുറം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാക്കിങ് അല്ലെങ്കിൽ യോഗ എക്സസൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിങ്ങൾക്ക് അപ്പുറത്ത് ഹെൽത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ശരിക്കും അയൺ ഡെഫിഷ്യൻസി സിംറ്റംസ് പറയുന്നത് ഹെയർ ഫോള്, ഹെയർ തിന്നിങ്ങിനും കൂടാതെ തന്നെ ഈ ശ്വാസം മുട്ടല്, അതല്ലാണ്ട് ഇടക്കിടക്ക് നമുക്ക് തലകറക്കം ഫീൽ ചെയ്യാം. അതൊക്കെ ഒരു അയൺ ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് ആണ്. അതായത് മെയിൻ ആയിട്ട് എപ്പോഴും എല്ലാവരിലും കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. ഇതല്ലാണ്ട് ചില സിംറ്റംസ് ഉണ്ടാവും കേട്ടോ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് കണ്ടിരുന്ന കുറെ കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പം ഈ തലകറക്കൊക്കെ അനാവശ്യ തലകറങ്ങാതെ നമ്മൾ BP കുറഞ്ഞോ എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ അയൺ ഡെഫിഷ്യന്റ് ആയിരിക്കും ആള്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അയൺ ഡെഫിഷ്യന്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയുള്ള സപ്ലിമെന്റ് ആണെങ്കിൽ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ് എടുക്കുക. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയൺ പ്രോപ്പർ ആക്കാൻ വേണ്ടി. അയൺ ഇത്ര ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മുടെ മുടിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അയൺ ആണ്. അപ്പം ഓക്സിജൻ ബ്ലഡ് ത്രൂ ക്യാരി ചെയ്യുന്ന സമയത്ത് അയൺ അവിടെ ഡെഫിഷ്യന്റ് ആണ് എങ്കിൽ ഇവിടെ എല്ലായിടത്തിലും എന്താണ്, അതിന്റെ സിസ്റ്റം മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ ഹെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഹെയർ റൂട്ട് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് എന്താണ്, ഓക്സിജൻ വേണം. ആ ഓക്സിജൻ അവിടെ അയൺ എത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ റൂട്ട് എന്താവും, വീക്ക് ആവും. അപ്പം തന്നെ നമ്മള് ഈ ഹെയർ തിന്നിങ്ങും അല്ലെങ്കിൽ ഹെയർ ഫോൾ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കാനുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് ഡെയിലി നിങ്ങൾ എന്ത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ അയണിന്റെ കാര്യം പറയുന്ന സമയത്ത് അയൺ ആൻഡ് വൈറ്റമിൻ സി തമ്മിലുള്ള ഒരു ബോണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അയൺ ആൻഡ് വൈറ്റമിൻ സി കോമ്പോനെ കുറിച്ചിട്ട് അവരെങ്ങനെയാണ് വർക്ക് ചെയ്തതും അതിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ. അയണിന്റെ കാര്യം പറഞ്ഞതോടെ തന്നെ പറയുകയാണ്, ഹെയർ ഫോൾ എപ്പോഴും നിങ്ങളുടെ ഹെയറിനെ നിങ്ങൾ കുറ്റം പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ചില സമയത്തൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് ഡെഫിഷ്യന്റ് ഇൻസഫിഷ്യന്റ് എന്ന കാര്യങ്ങളൊക്കെ. അവിടെ നമുക്ക് ഈ ഹെയറിനും അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിനുള്ള ഒരു വലിയ സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തി എന്റെ ഡെഫിഷ്യൻസി ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് പ്രോപ്പർ ആയിട്ട് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഹെയറിനെ ബേസ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ഫുഡ് ചാർട്ട് ഒരു വീക്കിലി അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് കഴിക്കേണ്ടത് ഒരു ഫുഡ് ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. എന്റെ ഇൻസ്റ്റ ഐഡി ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം, ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം, എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ട്, കാരണം ഞാൻ വേറെ ഒന്നും പറഞ്ഞാൽ ഞാൻ എനിക്കുള്ള കാര്യങ്ങളാണ്, എനിക്ക് പറ്റിയിരിക്കുന്ന കാര്യങ്ങളും എനിക്ക് വന്ന മാറ്റങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരിക. ഞാനിപ്പോ ഫുഡ് ചാർട്ട് തരുവാണെങ്കിൽ ഞാൻ എന്താണോ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ്.
അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മെഡിസിനോ ബേസ് ചെയ്തിട്ട് സപ്ലിമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഒരിക്കലും മെസ്സേജ് അയക്കരുത്. കാരണം ഞാൻ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സപ്ലിമെന്റിന്റെയോ ഒരു കൊളാബ് കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഹെയറിന് ആവശ്യമുള്ള സാധനം ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ ഞാൻ കാണാതെ ഞാൻ നിങ്ങളെ ഹെയർ മനസ്സിലാക്കി എനിക്കൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് ഹെയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു ഫുഡ് ചാർട്ട് കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഫുഡ് ഡയറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇത്ര മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ട് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ചോദിച്ചവർക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണാം. ആവശ്യമുള്ളവരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ചെയ്യാൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇതൊന്നും അല്ലാണ്ട് ഈ കഴിഞ്ഞ 3 എപ്പിസോഡും അല്ലാണ്ട് വേറൊരു സീരിയസ് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോണത്. നമുക്ക് അതും ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം കൂടി കൂടുന്നതാണ് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെൽത്തി ഹെയർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.